ഓക്കെ ഫൈൻ. നാറൂട്ടോ യൂണിവേഴ്സിലെ എസ് റാങ്ക് ഫോർബിഡൻ ജുജിറ്റ്സുകളിൽ ഒന്ന്. ഈ ഒരു ഒറ്റ സിംഗിൾ റിച്വലിലൂടെ നിങ്ങൾക്കൊരു ഭൂതത്തെ തന്നെ ആണിയടിച്ച് മുദ്ര കുത്താൻ പറ്റും. ഒരു ദേവനെ പോലും തളർത്തുവാനാകും. എന്തിനേറെ പറയുന്നു, ഒരു ആത്മാവിനെ എന്നേക്കുമായി നിശബ്ദമാക്കാനും പറ്റും. അതെ, നാറൂട്ടോയിലെ ഷിനോബികളുടെ ലോകത്ത് ചില ജുറ്റ്സു അവരുടെ ചക്രയെ തന്നെ ബെൻഡ് ചെയ്യുന്നുണ്ട്. എന്നാൽ മറ്റ് ചില ജുറ്റ്സു വിധിയെ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇതൊരു നിഞ്ചുറ്റ്സുവുമല്ല ഗെൻജുറ്റ്സുവുമല്ല, എന്നാൽ മരണത്തിന്റെ ദേവനുമായിട്ടുള്ള ഒരു ഉടമ്പടി തന്നെയാണിത്. അതെ, നാറൂട്ടോ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ ഭയാനകമായ ജുത്സുവിന്റെ പിന്നിലെ സത്യത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഷിനിഗാമി എന്ന മരണദേവനെ ആവാഹിക്കുന്ന ദ റീപ്പർ ഡെത്ത് സീൽ. അതെ, ഒറിജിനൽ നാറൂട്ടോ സീരീസിൽ നമ്മുടെ കൊനോഹ എന്ന് പറയുന്ന ആ ഒരു വില്ലേജിനെ ആക്രമിക്കുവാൻ വരുന്ന 3 ലെജൻഡറി സായൻസിൽ ഒരാളായ ഒറോച്ചിമാരുവിനെതിരെ നമ്മുടെ ഹൊക്കാഗെ ആയിട്ടുണ്ടായിരുന്ന, എടുത്തു പറയുകയാണെങ്കിൽ 3rd ഹൊക്കാഗെ ആയിരുന്ന ഹിറൂസൻ പ്രയോഗിച്ച ഒരു തുറുപ്പ് ചീട്ടായിരുന്നു ഈ ഒരടവ്, ദ റീപ്പർ ഡെത്ത് സീൽ. ഇതിന് ഡെത്ത് കൺസ്യൂമിങ് സീലിംഗ് ജുറ്റ്സും എന്നും പേരുണ്ട്. പച്ചയ്ക്ക് പറയുകയാണെങ്കിൽ നാറൂട്ടോ വേൾഡിലെ മരണത്തിന്റെ ദേവനായിട്ടുള്ള ഷിനിഗാമിനെ ആവാഹിക്കുന്ന ഒരു തരം ജുറ്റ്സുവാണിത്. അതെ, ഷിനിഗാമി, ദ ഡെത്ത് ഗോഡ്. അദ്ദേഹം ദ റീപ്പർ എന്നും ദ ഗ്രിം റീപ്പർ എന്നും ദ ഗോഡ് ഓഫ് ഡെത്ത് എന്നും എംബോഡിമെന്റ് ഓഫ് ദ റീപ്പർ ഡെത്ത് സീൽ എന്നും അറിയപ്പെടുന്നു. ഷിക്കി ഫൂജി ഈ ഒരു മരണത്തിന്റെ ദേവനെ ആവാഹിച്ച് തൻ്റെ മുമ്പിൽ വരുന്നിരിക്കുന്നത് എത്ര വലിയ എസ്റ്റയർ വില്ലനാണെങ്കിലും അവരുടെ ആത്മാവിനെ മൊത്തത്തിലോ പകുതിയായോ തന്നിലേക്ക് വലിച്ച് റീപ്പറിൻ്റെ ഉള്ളിൽ എറ്റാടൽ കാലം വരെ നിലകൊള്ളിക്കുന്ന ഒരു പ്രത്യേകതരം ജുജിറ്റ്സു ആണിത്. നാറൂട്ടോ സീരീസ് ഉടനീളം എടുത്തു നോക്കുകയാണെങ്കിൽ 3 തവണ മാത്രമാണ് ഈ ഒരു ഡെത്ത് റീപ്പർ സീലിനെ പറ്റി ആ ഒരു ആനിമേഷനിൽ കാണിക്കുന്നത്. ഒന്നാമതായി നമ്മുടെ ഹിറൂസൻ സറുട്ടോബി, അതെ 3rd ഹൊക്കാഗെ ഒറോച്ചി മാറുവിനെതിരെ ഫൈറ്റ് ചെയ്യുമ്പോൾ. രണ്ടാമതായി നമ്മുടെ മിനാട്ടോ നാമിക്കാസെ കുറാമയുടെ ഇൻ ഹാഫിനെ സീൽ ചെയ്യാൻ വേണ്ടി ഇത് ഉപയോഗിക്കുന്നു. ആൻഡ് ഫൈനലി മൂന്നാമതായി ഒറോച്ചി മാരു റീപ്പറിന്റെ ആ ഒരു മാസ് കഴിഞ്ഞ് തൻ്റെ ഉള്ളിൽ ട്രാപ്പ് ചെയ്തിരിക്കുന്ന സോൾസിനെ റിലീസ് ചെയ്യുവാനും ഇത് ഉപയോഗിക്കുന്നുണ്ട്. ഈ ഒരു ജുറ്റ്സുവിനെ പറ്റി നമ്മുടെ നാറൂട്ടോ സീരീസിലെ കിഷിമോട്ടോയോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞ ഒരു വാക്കുകളുണ്ട്. അദ്ദേഹം പറഞ്ഞത്, എ ടെക്നിക് സോ ഫോർബിഡൻ ഈവൻ ദ ഹൊക്കാഗെ ഫിയർഡ് യൂസിങ് ഇറ്റ്, നോട്ട് ബിക്കോസ് ഇറ്റ് ഫെയിൽഡ് ബട്ട് ബിക്കോസ് ഇറ്റ് ഓൾവേസ് വർക്ക്ഡ്. അതെ, കാവ്യാത്മകമായി പറഞ്ഞെങ്കിൽ കൂടി അദ്ദേഹം ഉദ്ദേശിച്ച ആ ഒരു ഇമ്പാക്റ്റ് അതിൽ കാണാവുന്നതെന്ന് സ്പഷ്ടമാണ്. അതായത് ഈവൻ ഹൊക്കാഗെമാർ വരെ ഈ ഒരു ജുറ്റ്സു ഉപയോഗിക്കാൻ പേടിച്ചിരുന്നു. എന്തുകൊണ്ടാ ഇത് പരാജയപ്പെടുമെന്ന് ഓർത്താണ്? ഒരിക്കലുമല്ല, കാരണം ഇത് ഉറപ്പായിട്ടും വിജയിക്കുമെന്ന് അവർക്കറിയാമെന്നതുകൊണ്ട്. ബട്ട് എന്തുകൊണ്ട് അവർ പേടിച്ചു? അതിനൊരൊറ്റ റീസണുള്ളൂ, ഈ ഒരു ജുറ്റ്സുവിന് തിരിച്ച് ഒരു 1.5 വില കൊടുക്കേണ്ടി വരും, ജീവന്റെ വില. അതായത് ആരാണോ റീപ്പർ ഡെത്ത് സീലിനെ കൺസ്യൂം ചെയ്യുന്നത് അദ്ദേഹത്തിൻ്റെ സോൾ ഈ ഒരു ഡെത്ത് ഓഫ് റീപ്പർ അല്ലെങ്കിൽ ഈ ഒരു മരണത്തിൻ്റെ ദേവന് കൊടുക്കാം. അതാണ് ഉടമ്പടി. നമ്മുടെ സ്വന്തം ആത്മാവിനെ അതിന് കൊടുത്തിട്ട് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എനിമിയുടെ ആത്മാവിനെയും കൂടി അതിലേക്ക് ആവാഹിക്കുന്ന ഒരു തരത്തിലുള്ള ഒരു ഉടമ്പടിയാണ് റീപ്പർ ഡെത്ത് സീൽ. അതുകൊണ്ട് തന്നെയാവണം അദ്ദേഹം ഇങ്ങനെ പറഞ്ഞത്, ഈ ഒരു ജുറ്റ്സു ഒരിക്കലും വെറുതെ ആവില്ല, എന്നാൽ ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. ദ റീപ്പർ ഡെത്ത് സീൽ എന്ന് പറയുന്ന ജുറ്റ്സുവിനെ ഒരു സീലിംഗ് ജുറ്റ്സു ആയിട്ടും ഒരു സമ്മണിങ് ജുറ്റ്സുമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. നാറൂട്ടോ സീരീസിൽ ഇതിനെ ഒരു ഹൈബ്രിഡ് തരത്തിലുള്ള ഒരു ജുറ്റ്സു ആയിട്ടാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ എസ് റാങ്ക് ആയിട്ടുള്ള ഒരു ഫോർബിഡൻ ജുറ്റ്സു ആണ്. ഇത് ഫോർബിഡൻ ചെയ്യുവാൻ കാരണം ഓഫ് കോഴ്സ് നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഇത് ഉപയോഗിക്കുന്ന ആളുടെ ആത്മാവും ഇത് വലിച്ചെടുക്കും. അതുകൊണ്ട് തന്നെ ഇതൊരു സൂയിസൈഡ് കാർഡാണ്. ഉറപ്പായിട്ടും നമ്മൾ വിൻ ചെയ്യും, ബട്ട് ഒരു സൂയിസൈഡ് അറ്റംപ്റ്റ് പോലെ തന്നെയാണിത്. ഇത് ഒറിജിനേറ്റ് ചെയ്തെടുത്തത് നമ്മുടെ ഉസുമാക്കി ക്ലാനിലുള്ളവരാണ്. നമുക്കറിയാം ഉസുമാക്കി ക്ലാനിലുള്ളവരുടെ ചക്രയുടെ സ്ട്രെങ്തും സ്റ്റാമിനയൊക്കെ അവർ തന്നെയാണ് ഇതിൻ്റെ ത്രൂ ഔട്ട് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കണ്ടുപിടിച്ചത്. വിഷ്വലി ആനിമേറ്റ് ചെയ്തതിൽ നമുക്ക് ഇങ്ങനെ മനസ്സിലാക്കാം, ഒരാൾ ഈ ഒരു ഡെത്ത് റീപ്പർ സീല് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറകിൽ ആ ഒരു ഡെത്ത് റീപ്പർ വരും, അല്ലെങ്കിൽ ഷിനിഗാമി വരും. അദ്ദേഹത്തിന് മാത്രമേ ഷിനിഗാമിനെ കാണുവാൻ കഴിയുള്ളൂ. ഷിനിഗാമി പിന്നീട് എനിമിയുടെ ദേഹത്ത് തൊടുമ്പോൾ മാത്രമേ എനിമിക്ക്
തൻ്റെ മുറയിൽ നിൽക്കുന്ന ഈ ഒരു ഡെത്ത് റീപ്പറിനെ കാണുവാൻ സാധിക്കുകയുള്ളൂ. ഇത് മനസ്സിലാക്കി തരുന്ന ഒരു എപ്പിസോഡ് തന്നെയായിരുന്നു ഹിറൂസനും ഒറോച്ചിമാരുമായിട്ടുള്ള ഒരു ഫൈറ്റ്. അന്നേ വരെ നമുക്ക് എല്ലാവർക്കും പറയാം, ഒറോച്ചിമാരു തപ്പി കണ്ടുപിടിക്കാത്ത ഒരു ബുക്കുമില്ല കൊണോഹയുടെ ആ ഒരു ലൈബ്രറിയിൽ. എന്നിട്ടും അദ്ദേഹത്തിന് ഈ ഒരു ഡെത്ത് റീപ്പർ സീലിനെ പറ്റി യാതൊരു ഐഡിയയും ഇല്ലായിരുന്നു. അത് അദ്ദേഹത്തിന് മുമ്പിലുള്ള സർപ്രൈസ് കാണുമ്പോൾ തന്നെ അറിയാം. കാരണം ഡെത്ത് റീപ്പർ സീല് ഹിറൂസൻ ഉപയോഗിക്കുമ്പോൾ തന്നെ, തേർഡ് ഹൊക്കാഗെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഒറോച്ചിമാരു ഇങ്ങനെ സ്റ്റണ്ടായി വണ്ടടിച്ച്, സത്യം പറയാലോ, ഹി ലിറ്ററലി ഷിറ്റ് ഓൺ ഹിസ് പാൻസ് എന്ന് തന്നെ പറയാം. സോ അതിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്, ഈ ഒരു സീലിനെ പറ്റി അധികം ആർക്കും അത്ര വലിയ നോളജ് ഒന്നുമില്ല. വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു നോളജബിൾ ആയിട്ടുള്ള ഒരു സീലിംഗ് ജിറ്റ്സു തന്നെയായിരുന്നു ഇത്. നാറൂട്ടോ OG സീരീസിൽ കാണിക്കുന്ന അപ്പിയറൻസ് വൈസ് നമ്മളൊന്ന് പറയുകയാണെങ്കിൽ അപ്പോൾ തന്നെ ഒരു സ്കേറി അന്തരീക്ഷം പോലെ തന്നെയാണ്, വളരെ സ്കേറി ആയിട്ടുള്ള ഒരു ലുക്ക് തന്നെയാണ് ഇതിന് കിഷിമോട്ടോ കൊടുത്തിരിക്കുന്നതെന്ന് തന്നെ പറയും. ഒരു വൈറ്റ് ഹെയർ, ആ ഒരു വൈറ്റ് ഹെയർ ഏത് അല്ലെങ്കിൽ ആരാണോ കാസ്റ്റ് ചെയ്യുന്ന അദ്ദേഹത്തിനെ അങ്ങനെ പിടിച്ചിരിക്കുകയാണ്. ലിറ്ററലി ക്രൂസിഫൈ ചെയ്യുന്ന രീതിയിൽ മുടി ഇങ്ങനെ പിടിച്ചിട്ടിരിക്കുകയാണ് അയാളുടെ സോളിനെ കൺവേ ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആരെയാണോ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ, നമ്മുടെ ഒരു ഉദ്ദേശം കാണുമല്ലോ, ഇയാളെ എൻ്റെ എനിമീനെ ട്രാപ്പ് ചെയ്തിട്ട് ഡെത്ത് റീപ്പറിൻ്റെ വൈറ്റിലേക്ക് എറ്റർണിറ്റിയിൽ കിടക്കണമെന്നോ, അദ്ദേഹവുമായിട്ടുള്ളൊരു ക്ലോസ് റേഞ്ച് വേണമെന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അതായത് കുറേ ദൂരത്ത് നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് വർക്കൗട്ട് ആകത്തില്ല, അത്യാവശ്യം നല്ല അടുത്ത് തന്നെ നിന്നാലോ ആ ഒരു റീപ്പറിന് അദ്ദേഹത്തിന് എൻഗൾഫ് ചെയ്യാൻ പറ്റുള്ളൂ, അദ്ദേഹത്തിൻ്റെ സോളിനെ. അതോടൊപ്പം തന്നെ ഒരു കാര്യം സ്പെസിഫിക്കലി നമ്മൾ നോക്കേണ്ടത്, ഈ ഒരു സീൽ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ ഒന്നെങ്കിൽ പൂർണ്ണമായിട്ട് നമുക്ക് ആത്മാവിനെ ആവാഹിച്ചെടുക്കാം, അതോടൊപ്പം തന്നെ അതായത് പകുതി ആത്മാവിനെ ആവാഹിക്കാം. എടുത്തു പറയുന്നത് ഒരാളുടെ ചക്ര കൺട്രോൾ പോലെ ഇരിക്കും എന്നാണ് പറയുന്നത്. നമ്മളാണ് ഇതിപ്പോൾ ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന എനിമി നമ്മളെക്കാളും വീക്ക് ചക്ര ഉള്ളവരായിരിക്കണം എന്ന് സ്പെസിഫിക്കലി പറയുന്നുണ്ട്. അല്ലെങ്കിൽ അതിനെ കൗണ്ടർ ബാലൻസ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തിരിക്കണം. ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിൾ തന്നെയാണ് നമ്മുടെ മിനാട്ടോ ഈ ഒരു സീൽ യൂസ് ചെയ്തപ്പോൾ. അതെ, കുറാമേനെ നമ്മുടെ മിനാട്ടോ സ്പ്ലിറ്റ് ചെയ്താണ് സീൽ ചെയ്യുന്നത്. എടുത്തു പറയുകയാണെങ്കിൽ ഇൻ ആൻഡ് യാങ് എന്ന് പറയുന്ന രണ്ട് പകുതികളാക്കി, ഇൻ എന്ന ആ ഒരു പകുതിയെ ആ മിനാട്ടോയോട് സ്വയമായിട്ട് സീൽ ചെയ്യുകയും യാങ്ങിനെ നമ്മുടെ നാറൂട്ടോയിലേക്ക് സീൽ ചെയ്യുകയും നമ്മുടെ മിനാട്ടോ ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒരു കാര്യം ഓർക്കണം, ഈ ഒരു സീൽ യൂസ് ചെയ്യണമെങ്കിൽ അത്ര അധികം പവറും വേണമെന്നൊന്നും നിങ്ങൾ മറന്നുപോകല്ലേ. ഇനി നമ്മുടെ മൈൻഡിൽ വരുന്ന ആദ്യത്തെ ചോദ്യം, ഈ ഒരു ഡെത്ത് റീപ്പർ സീലിനെ നമുക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നായിരിക്കും. യെസ്, ആൻസർ യെസ് എന്ന് തന്നെയാണ്. ബട്ട് ഓൺലി വൺസ് എന്ന് തന്നെ പറയാം. അതായത് ഒരു സെക്കൻഡറി റിച്വലിലൂടെ നമുക്കിതിനെ റിവേഴ്സ് ചെയ്യാൻ പറ്റും. റിവേഴ്സ് റീപ്പർ ഡെത്ത് സീൽ എന്നാണ് അതിന് പറയുന്നത്. കൈബു നോ ജുത്സു. ഇതിനൊരു പെർഫെക്റ്റ് എക്സാമ്പിളാണ് നമ്മുടെ ഒറോച്ചിമാരു ഉസുമാഗി ക്ലാൻ്റെ ആ ഒരു ടെമ്പിളിൽ പോകുമ്പോൾ അവിടെ നമ്മുടെ ഷിനിഗാമിയുടെ ആ ഒരു ടൈപ്പുള്ള ഒരു മാസ്ക്, എക്സാക്ട്ലി പറയുകയാണെങ്കിൽ ഷിനിഗാമിയുടെ ഫേസ് ഉള്ള ആ ഒരു മാസ്ക് അവിടെ ഇരിക്കുന്നതാണ്. ആ ഒരു മാസ്ക് എടുത്ത് വെച്ച് കഴിയുമ്പോഴേക്ക് ഷിനിഗാമി തന്നെ പോസസ്ഡ് ആവുകയും ഷിനിഗാമിയുടെ വയറ്റ് തന്നെ മുറിച്ചുകൊണ്ട് അതിൻ്റെ അകത്തുണ്ടായിരുന്ന ട്രാപ്പ് ചെയ്തിരിക്കുന്ന എല്ലാ സോൾസിനെ ഫ്രീ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയാണ് ആ ഒരു 4 ഹൊക്കാഗെമാരെയും നമ്മുടെ ഒറോച്ചിമാരു റിലീസ് ചെയ്തതും അതോടൊപ്പം തന്നെ അവൻ്റെ കൈകളും റിവൈവായി കിട്ടിയതും. കൈകളുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ആ കാര്യം പറയാൻ മറന്നുപോയി. അതായത് ഹിറൂസൻ ഡെത്ത് റീപ്പർ സീലിനെ ആവാഹിച്ചെടുക്കുന്ന ആ ഒരു ടൈമിൽ ഒറോച്ചിമാരു തൻ്റെ ഫിംഗർ മാത്രം അനക്കിക്കൊണ്ട് ഹിറൂസനെ ആ ഒരു സ്റ്റാബ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ കത്തി ഉപയോഗിച്ച് കുത്തുന്നുണ്ട്. സോ ആ കുത്തുന്ന ടൈമിൽ ഹിറൂസൻ്റെ ചക്ര കംപ്ലീറ്റ്ലി ലോസ്റ്റ് ആയതുകൊണ്ട് കംപ്ലീറ്റ്ലി ആ ഒരു സീല് അവിടെ വലിച്ചില്ല എന്ന് തന്നെ പറയാം. സത്യം പറയാലോ, നോ ജോക്ക്, ഒറോച്ചിമാർ ഒരിക്കലും സർവൈവ് ചെയ്യാൻ പറ്റത്തില്ലാത്തതായിരുന്നു. ബട്ട് എന്നിരുന്നാലും ഹിറൂസൻ്റെ ആ ഒരു സീലിംഗ് ജുറ്റ്സ് വെറുതെ ആയിട്ടോ എന്ന് തന്നെ പറയാം. അവന് ഒറോച്ചിമാരുവിന് ജുറ്റ്സ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കൈ രണ്ടും മാത്രം ആ ആത്മാവ് ആവാഹിച്ചെടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത്. ബട്ട് നോ യൂസ്, നമുക്കറിയാം സീരിയസിന് മുമ്പിലോട്ട് പോകുമ്പോൾ ഒറോച്ചിമാരു എന്തൊക്കെയാണ് ആ കൈയില്ലാതെ കാണിച്ച് കൂട്ടിയതെന്നൊക്കെ. ബട്ട് എന്നിരുന്നാലും ഉസുമാഗി ക്ലാൻ്റെ ആ ഒരു ടെമ്പിളിൽ പോയി കഴിഞ്ഞ് തൻ്റെ കൈയും ഇവിടെ റിവൈവ് ചെയ്തെടുക്കുന്നുണ്ട് ഒറോച്ചിമാരു. നമ്മൾ ഈ ഡെത്ത് റീപ്പർ സീൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈവൻ ഏഡോ ടെൻസൈ പോലെയുള്ള അത്തരമൊരു ജുറ്റ്സ് ഉപയോഗിച്ച് കഴിഞ്ഞാലും ഒരിക്കലും റീഇൻകാർണേറ്റ് ചെയ്യാൻ പറ്റില്ല. അതായത് ഡെത്ത് റീപ്പർ സീൽ ഉപയോഗിച്ച് കഴിഞ്ഞ് ട്രാപ്പ് ചെയ്തിരിക്കുന്ന സോൾസ് എറ്റേണൽ ലൈഫും ആ ഒരു ഷിനിഗാമിയുടെ വയറ്റിനുള്ളിൽ തന്നെയായിരിക്കും. സോ എന്തോ പറയണ്ടേ, ഇതൊരു ഫോർബിഡൻ ജുജിറ്റ്സു ആണെങ്കിൽ കൂടി ഇതൊരു ഫൈനൽ ബോസ് ആക്ട് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ഒരു തരത്തിലും നമുക്ക് നമ്മുടെ എനിമീനെ വേറൊരു രീതിയിൽ തോൽപ്പിക്കുവാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കുന്ന ആ ഒരു നിമിഷം ഉപയോഗിക്കേണ്ട ജുറ്റ്സുവാണ് ദ റീപ്പർ ഡെത്ത് സീൽ. കാരണം ഇതൊരു വൺ വേ ടിക്കറ്റ് ടു വിക്ടറി തന്നെയാണ്, അതൊരു കട്ടായമാണ്, അത് ഉറപ്പിച്ച കാര്യമാണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മുടെ ലൈഫ് ഇതിനെ കോസ്റ്റ് ആവുമെന്ന് നമ്മൾ ഓർക്കണം. സോ ആക്ട് ഓഫ് എന്ന് പറയുന്ന ഒരു ഹീറോയിക് സാക്രിഫൈസിന് വേണ്ടി നമുക്കിത് ഉപയോഗിക്കാം. ഒരു അൺബ്രേക്കബിൾ സീലിംഗ് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. ഇത് ഒരു ഇനാവിറ്റബിൾ ഡെത്ത് ആണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റും. അതോടൊപ്പം തന്നെ ഒരു പെർമനൻറ്റ് സോൾ ബൈൻഡിങ് ആക്റ്റും കൂടെയാണ് ഈ ഒരു ഡെത്ത് റീപ്പർ സീൽ.
സോ ഇതെല്ലാം പറഞ്ഞത് വെച്ച് ഡെത്ത് റീപ്പർ സീലിൻ്റെ പവേഴ്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നാമതായിട്ട് സോൾ മാനിപ്പുലേഷൻ. അതെ, നമുക്ക് ആത്മാവിനെ ആവാഹിക്കാൻ പറ്റും. രണ്ടാമതായിട്ട് ഇതൊരു സ്പിരിച്വൽ വെപ്പൺ തന്നെയാണ്. അതായത് ഇതൊരു ആത്മീകമായ വാൾ ഉപയോഗിച്ച് ആത്മാവിനെ വെട്ടുക എന്ന് തന്നെ പറയാം. മൂന്നാമത് സീലിംഗ് പവറാണ്, നമ്മൾ പറഞ്ഞല്ലോ. നാലാമത് ഇറിവേഴ്സിബിൾ ബൈൻഡിങ് ആണ്. ഒന്ന് സീല് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനൊരു മാറ്റമില്ല. നാലാമത് എഡോടെൻസൈ ഇമ്മ്യൂണിറ്റിയാണ്. നമുക്കറിയാം എഡോടെൻസൈ ഉപയോഗിച്ച് മരിച്ചു പോയ പല ക്യാരക്ടേഴ്സിനെയും നറൂട്ടോ സീരീസിൽ ഉടനീളം ഇങ്ങനെ എഡോടെൻസൈ ഉപയോഗിച്ച് വീണ്ടും റീഇൻകാർണേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഈ ഒരു സീല് എഡോടെൻസൈ ഇമ്മ്യൂണൽ ആണ്. അതായത് എഡോടെൻസൈ ഉപയോഗിച്ച് ഇതിനെ തിരിച്ച് റീഇൻകാർണേറ്റ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റണമെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ റിവേഴ്സ് റീപ്പർ സീൽ ഉപയോഗിച്ചിരിക്കണം. ആൻഡ് ഫൈനലി ഇതിനൊരു കൗണ്ടർ അറ്റാക്ക് ഇല്ല. അതിൻ്റെ പവർ അബ്സല്യൂട്ടാണ്, പക്ഷേ ഒരു ക്ലോസ് റേഞ്ച് സാക്രിഫൈസ് തന്നെ വേണം. എടുത്തു നോക്കുകയാണെങ്കിൽ റീപ്പറുമായിട്ട് വേറൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നുമില്ല. ഈവൻ ദ റീപ്പർ ഈസ് നോൺ ടോക്കറ്റീവ് എന്ന് തന്നെ പറയാം, നോൺ നെഗോഷ്യബിൾ ആണ്. നമ്മൾ ഒരു തവണ സമ്മൺ ചെയ്ത് സീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാണം പോകുന്ന 100% ഉറപ്പാണ്. നമ്മൾ ആരുടെ പ്രാണനാണോ ഇച്ഛിക്കുന്നത് അയാൾ നമ്മുടെ ക്ലോസ് റേഞ്ചിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാണം എടുക്കുന്നതെന്ന് 100% ഉറപ്പ് തന്നെയാണ്. സോ ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. അതെ, ഡെത്ത് റീപ്പർ സീൽ. ഇനിയും ഇതേപോലത്തെ നാറൂട്ടോയിലെ ഡിഫറെൻറ്റ് ക്യാരക്ടർ അനലൈസേഷൻസും പവർ ക്യാരക്ടറിസ്റ്റിക്സുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ടാറ്റാ, ബൈ, സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ. I told you long ago on the road, I got what they waiting for. I'm running from nothing, dog. Get your soul.